ഹലോ നമസ്കാരം. ഇന്ന് ഞാനൊരു കർക്കിടക സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത്. താളിൻ്റെ തണ്ട് അവിയൽ. താളിൻ്റെ തണ്ട് ഇവിടെ ഒരു 4-5 തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നീളത്തിൽ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വള്ളിപ്പയർ എടുത്തിട്ടുണ്ട്. താളിൻ്റെ തണ്ടാണ് മെയിനായിട്ട് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഒരു 4 വള്ളിപ്പയർ, 4 കോവൽ, ഒരു 5 ചക്കക്കുരു, ഒരു ചെറിയ കഷ്ണം കൈപ്പക്ക, ഒരു ചെറിയ നേന്ത്രക്കായ, ഒരു മുരിങ്ങക്കായ. നമുക്കുള്ള ഏത് കഷ്ണം ഉപയോഗിക്കാം. പക്ഷേ ഇത് കർക്കിടക സ്പെഷ്യൽ ആയതുകൊണ്ട് താളിൻ്റെ തണ്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് താളിൻ്റെ തണ്ട് കുക്കറിലേക്ക് വാരിയിടാം. കായ, ചക്കക്കുരു, പാവക്ക, മുരിങ്ങക്ക, കോവൽ, പയർ, പിന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. നമുക്കൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് താളിൻ്റെ തണ്ടിൻ്റെ അളവ് കണ്ടിട്ട് ഒരിക്കലും ഉപ്പിടാൻ പാടില്ല. അത് 5-1 കുറയും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1/4 ടീസ്പൂൺ മുളക് പൊടി. മഞ്ഞളൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യണം. മുളക് പൊടി സാരമില്ല, മഞ്ഞൾ കട്ടയായി നിൽക്കണ്ട, ഇത്രയും മതി. ഒരു കറിവേപ്പിലേൻ്റെ തണ്ട് വെക്കുക. കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക. ഒറ്റൊരു വിസിൽ. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഈ അവിയലിനുള്ള തേങ്ങയും ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് എടുത്തിന്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ 8 ചുള വെളുത്തുള്ളി എടുത്തിന്, 3/4 ടീസ്പൂണ് ജീരകം, 3 തണ്ട് കറിവേപ്പില. എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കാന്താരിയോ എന്തെങ്കിലും ചേർക്കാം. അതാണ് സൗകര്യം. എരിവ് എത്രയാണോ വേണ്ടത് അത്രയും. ഞാൻ 2 പച്ചമുളക്, ഒരു 10-12 കാന്താരി എടുത്തിട്ടുണ്ട്. ഇനി മോരോ തൈരോ അതും നിങ്ങളുടെ സൗകര്യം. ഞാനിപ്പോൾ മോര് ഒരു പാകത്തിന് പുളിയുള്ള നല്ല ടേസ്റ്റുള്ള മോരായിരിക്കണം, അല്ലെങ്കിൽ തൈര്. പുളി കൂടിയാലും രസം ഉണ്ടാവില്ല. പഴകിയ മോര് ഉപയോഗിക്കരുത്. മോരായാലും തൈരായാലും നല്ല ടേസ്റ്റാണ്, പക്ഷെ പഴകിയത് ഉപയോഗിക്കരുത്. നല്ല രുചിയായിരിക്കും. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് മോരില്ലാന്ന് ഒന്ന് കറക്കി എടുക്കുന്നേ ഉള്ളൂ. മുളകെല്ലാം ഒന്ന് പൊട്ടണം. തേങ്ങയൊന്നും വേണ്ട, നല്ല പാലുള്ള തേങ്ങയാണ്. തേങ്ങ അതുപോലെ ആയാലും സാരമില്ല, പക്ഷേങ്കിൽ ജീരകത്തിൻ്റെ കൂട്ടിൽ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഒരു ചുവന്നുള്ളി കൂടി ചേർക്കണം, മറന്നുപോയി. അന്നേരം പ്രഷർ മുഴുവനും പോയി നമുക്ക് എടുക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് തന്നെ നോക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. സ്റ്റൗ ഓണാക്കിയതുകൊണ്ട് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിൽ മോര് ചേർത്തിട്ട് കുറച്ച് അരപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. ജാറും കൂടി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു. കുറച്ച് കറിവേപ്പില കൂടി ഞെരടി ഇട്ട് കൊടുക്കാം. പാകത്തിന് പുളി, ഉപ്പ് എല്ലാം ഉണ്ട്. ഉപ്പ് ആദ്യത്തെ പ്രാവശ്യം ഇട്ട് തന്നെ കൃത്യമാണ്. നല്ല മണം വരുന്നുണ്ട് വെളുത്തുള്ളിൻ്റെയും ജീരകത്തിൻ്റെ എല്ലാം. നല്ല സൂപ്പർ അവിയലാണ്. നമ്മുടെ താളിൻ്റെ തണ്ട് കർക്കിടക സ്പെഷ്യൽ അവിയലാണ്. ഇപ്രാവശ്യം ഞാൻ താളിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. കർക്കിടകം കഴിയാനായല്ലോ, ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഓഫാക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഓഫാക്കി. നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി. നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.